തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നഴ്സുമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. നഴ്സുമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലും ധാരണയായി. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച സമവായത്തിലെത്തിയതിനാലാണ് സമരം പിൻവലിച്ചത്. വേതന വർധനവ് ആവശ്യപ്പെട്ട് 141 ദിവസം നീണ്ട സമരത്തിനാണ് ഇന്ന് പര്യവസാനമായത്. മറ്റെല്ലാ ആശുപത്രികളിലും സമരം ഒത്തുതീർന്നിരുന്നുവെങ്കിലും ജൂബിലിയിൽ സമവായത്തിലെത്തിയിരുന്നില്ല. ഒടുവിൽ ഇന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലുള്ള ആശുപത്രി മാനേജ്മെന്റ്, തൃശൂർ ACP രാജേഷ്, UNA അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് നടത്തിയ ചർച്ചകളാണ് പരിഹാരത്തിന് വഴിയൊരുക്കിയത്. നഴ്സുമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ധാരണയായിട്ടുണ്ട്. ഈ മാസം 30-നുള്ളിൽ മുഴുവൻ പേരെയും തിരിച്ചെടുക്കും. കരാർ പുതുക്കും. ഇടക്കാല ആശ്വാസമായുള്ള വേതന വർധനവ് സംബന്ധിച്ച കാര്യത്തിൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കും. വരും ആഴ്ചയിൽ തന്നെ ചർച്ചയിലൂടെ ഇടക്കാല ആശ്വാസവും ധാരണയിലെത്തിക്കും. സമരം തൃശൂർ ACP രാജേഷ് സാറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമരമാണ് യുവനയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനോട് വളരെ ക്രിയാത്മകമായ നിലപാട് മാനേജ്മെന്റ് ഭാഗത്തുണ്ടായി. അഭിനന്ദ പിതാവ് മാർ ആൻഡ്രൂസ് താഴത്തിൽ പിതാവടക്കം നേരിട്ട് ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും മാനേജ്മെന്റുമായി സംസാരിച്ചു. CEO ബെന്നി അവറുകളായി കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു. അതിനെല്ലാം പിന്തുണയുമായിട്ട് ജസ്റ്റിൻ അച്ഛനും അതുപോലെ തന്നെ റെനി അച്ഛനും നേതൃത്വം കൊടുത്തോടുകൂടി ഒരു ശുഭകരമായ പര്യവസാനിയായിട്ട് തീരുകയാണ്. 141 ദിവസം ഈ സമരം നടന്നു. കേരള പോലീസിന്റെ ഏറ്റവും ശക്തമായ പിന്തുണ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ UNAക്ക് ഇത്രയും പിന്തുണ ലഭിച്ച ഒരു കേരള പോലീസ് ഉണ്ടായിട്ടില്ല. സമരം അവസാനിപ്പിച്ച പശ്ചാത്തലത്തിൽ അത്യാഹിത വിഭാഗത്തിന്റെ ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ച സമരപ്പന്തൽ നഴ്സുമാർ തന്നെ പൊളിച്ചു നീക്കി. നാളെ മുതൽ തന്നെ നഴ്സുമാർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് നൽകി തുടങ്ങും. ജനം, തൃശൂർ.